എത്ര തരം പറ്റിക്കലാണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു. അതാവും ഹിമാലയത്തിൽ നിന്നുള്ള കുറെ സന്യാസി വേഷം കെട്ടി ചെയ്ത് കുറെ ആൾക്കാർ തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുവരിക. അതിൽ അഘോറി കൊണ്ടുവന്നിരിക്കുക കഴിഞ്ഞല്ലോ. എത്ര പേരെന്നെ വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. അഘോറികളൊന്നും അവരുടെ താവളം വിട്ട് ഒരു സ്ഥലത്തേക്ക് പോവില്ല. കാലത്ത് തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചുമ്മാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം ആവണുള്ളൂ. അപ്പൊ അവിടെ സിമെന്റ് ബെഞ്ചിന്മേൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പൊ റൈറ്റ് സൈഡിലെ എൻട്രൻസ് കടന്നിട്ട് ഒരു കഷായ വസ്ത്രധാരി വരണ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ഓറയാണ് ഞാൻ അത്രയും ദൂരം കണ്ടത്. അടുത്തും തോറും അത് വിസ്മയകരമായ രീതിയിൽ വലുതാകുന്നുണ്ട്. ബട്ട് അനദർ തിങ്, സർപ്രൈസിംഗ്ലി ഇദ്ദേഹത്തിന്റെ ജട നിലത്ത് കിടന്ന ഇഴയാണ്. പക്ഷെ അന്നും ഈ ഷാങ്ക്രിലയായിട്ട് ബന്ധപ്പെട്ടിരുന്നത് ഇന്ത്യയിലത്തെ നാട്ടുരാജാക്കന്മാരാണ്. ബിക്കാനീർ മഹാരാജാവ്, ഝാൻസി, ഇവർക്കൊക്കെ അന്ന് ചെറിയ എയർക്രാഫ്റ്റ് ഉണ്ട്. ചെറിയ വളരെ ഒരു 4 പേരൊക്കെ ഇരിക്കാവുന്ന മാതിരിയുള്ള പ്ലെയിൻ അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതില് ഇന്ത്യയിൽ നിന്നുള്ള ഈ മഹാരാജാക്കന്മാർ അവർക്കൊക്കെ അന്ന് ഈ വിമാനമുണ്ട്. അപ്പൊ ഇംഗ്ലീഷുകാരാണ് അത് ഹാൻഡിൽ ചെയ്ത് തരുന്നത്, പൈലറ്റൊക്കെ. ഇവര് ഈ ഷാങ്ക്രിലയുടെ താഴത്തുള്ള ആ നദിയിൽ നിന്ന് എത്രയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് കണക്കുണ്ടാവില്ല. ആ സാൻഡ് നമ്മൾ കണ്ടാലേ സ്വർണ്ണതരികൾ നമുക്ക് കൺമുമ്പിൽ കാണാം, അങ്ങനെ മിന്നു കണ്ടു. അപ്പൊ ഇവര് ഒരാൾക്കാരും കൂടി വരിക, വലിയ ചാക്കുകളില് ഈ മണല് നിറയ്ക്കുക. അപ്പോൾ ചൈന ഭരിച്ചിരുന്ന ചെങ്കാണ്, അവർക്കൊന്നും ഈ ഭാഗത്തേക്ക് വലിയ ശ്രദ്ധ ഉണ്ടായിട്ടില്ല. നമസ്കാരം സാർ, സത്യവിജയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള MK രാമചന്ദ്രൻ സാറാണ്. സത്യവിജയതയിൽ ഇത് സാറിന്റെ 5-മത്തെയോ 6-മത്തെയോ പ്രോഗ്രാമാണ്. പ്രത്യേകിച്ചൊരു ഒരു മുഖവുരയുടെ ആവശ്യമില്ല. അദ്ദേഹം പല പ്രാവശ്യം നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ധാരാളം സമയം സംസാരിച്ചിട്ടുണ്ട്, സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സാറുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ബുക്കായിട്ടുള്ള നക്ഷത്രങ്ങളെ സാക്ഷി എന്ന പുസ്തകത്തെ പറ്റിയിട്ടാണ്. അത് ഇറങ്ങിയിട്ടിപ്പോ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയാവുന്നു, അല്ലേ സർ? അതെ, 2 ആഴ്ചയാവുന്നു. അപ്പൊ അത് നല്ല അഭിപ്രായത്തോടു കൂടി അത് മുന്നോട്ട് പോകുന്നു. ഇന്ന് ആ പുസ്തകത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ബുക്കിനെ കുറിച്ച് ഞാൻ അത് എഴുതുന്ന കാലത്ത് നമ്മൾ അന്നൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. എന്നിട്ട് അതില് കുറച്ച് പദ്യങ്ങളൊക്കെ നമ്മള് ചൊല്ലിക്കേൽപ്പിച്ചു. അപ്പൊ ഞാനത് ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് പറയാം. ഈ മാറ്റർ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത്, ഇയേഴ്സ് ബാക്ക്, എൻ്റെ അനുഭവമാണ്. അന്ന് ഒരു ഫ്രൈഡേ ദിവസം ക്ലാസ് വൈകിട്ട് ഫ്രൈഡേ അന്നൊക്കെ കഴിയാറ്. കാരണം ഈ മുസ്ലിം മതാചാരപ്രകാരമുള്ള നിസ്കാരത്തിന് ഉച്ചയ്ക്ക് 2 മണിക്കൂറുകളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ക്ലാസ് വിടുമ്പോൾ 5 മണി ഏതാണ്ടാവും. അപ്പൊ അന്ന് ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് സ്കൂളിൽ നിന്ന്. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം ഞാൻ പിന്നിലായിരുന്നു നടന്നിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് പാരലായിട്ട് 2 നീല ക്യാൻവാസ് ഷൂ ആണ് ഞാൻ ശ്രദ്ധിച്ചത്. അന്നൊന്നും ഞങ്ങളൊരു ഷൂ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടി. അപ്പോഴാണ് ഞാൻ അത് ധരിച്ച ആളെ നോക്കിയപ്പോ ഒരു ടവറിങ് മാൻ, ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്, നല്ല വെള്ള നിറത്തിലുള്ള ഒരു സ്വാമിജിയാണ്. ചെറുപ്പം, തലമുടിയൊക്കെ മുകളില് മടഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്, കാവി വസ്ത്രമാണ്, ഒരു തോൾ ബാഗ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തെ വിസ്മയത്തോടുകൂടി ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം എന്നെ നോക്കുന്നുണ്ട്. കാരണം അന്നൊക്കെ ഞാൻ
സ്കൂളിൽ കാലത്ത് പോകുമ്പോൾ തന്നെ കുറി തൊടും. ഒരുപക്ഷെ അതാവാം അതിൽ ശ്രദ്ധിക്കാൻ കാരണം എന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഇംഗ്ലീഷിൽ എന്തോ ചോദിച്ചു. അപ്പൊ അന്ന് 8ാം ക്ലാസ്സുകാർക്കൊന്നും ഇംഗ്ലീഷ് വളരെ പരിമിതമായ അറിവേ ഉണ്ടാകുള്ളൂ. അതിൽ സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. അത് തന്നെ എയ്ത്ത് എന്നിങ്ങനെ വിക്കി പറഞ്ഞു ഞാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല, അതെങ്ങനെ വാചകത്തിൽ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് വാചക രൂപത്തിൽ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോ, ഒരു പകുതി വഴിയൊക്കെ എത്തിയപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും ക്ഷേത്രക്കുളം, അമ്പലം ഒക്കെ ആയിട്ടുള്ള സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് രണ്ടും ഞങ്ങള് പന്ത് കളിക്കാൻ പോകുന്ന സ്ഥലത്തുണ്ട്. അത് വീട്ടിൽ നിന്നൊരു 200 മീറ്റർ ഒക്കെ ഉണ്ടാവും. അവിടെ എത്തിയപ്പോ ഞാൻ അവിടേക്കുള്ള വഴി കാണിച്ചു. അദ്ദേഹം കൈ വീശി യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ ഓണക്കാലമായിട്ട് ഓണപരീക്ഷയ്ക്ക് അടുത്ത കാരണം പന്ത് കളി ഒന്നും ഉണ്ടായില്ല കുറച്ചാൾക്ക്. അപ്പോഴാണ് അവിടെ ഈ അമ്പലത്തിലെ, ഞങ്ങൾ കളിക്കാൻ പോകുന്ന അമ്പലത്തിലെ ഒരു സന്യാസി വന്ന് കൂടിയിട്ടുണ്ട്. അദ്ദേഹം ചികിത്സിക്കുന്നുണ്ട് കുട്ടികളെ, വലിയവര് ജാതകം നോക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ന്യൂസ് കേട്ടപ്പോ അപ്പൊ എനിക്ക് സംശയമായി, ഞാൻ തന്നെ ആവുമോ. എന്തായാലും രണ്ടാമത് പന്തേല് തുടങ്ങിയപ്പോ ഞാൻ ചെന്നപ്പോ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. കുട്ടികളെയൊക്കെ ഒക്കത്ത് വെച്ച്, പിന്നെ വയസ്സായവര്, മറ്റു രോഗങ്ങളുള്ളവര്. അപ്പൊ ഞാൻ നടന്നു ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ആൽത്തറയുടെ മുകളിലാണ് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് സെറ്റ് വന്നപ്പോ പന്ത് കളി തുടങ്ങി. 5:30 മുതലായപ്പോ പന്ത് കളി നിർത്തി. അവിടെ വലിയൊരു ക്ഷേത്രക്കുളമുണ്ട്. അപ്പൊ അതിൽ ഞങ്ങള് നീന്തി കുളിച്ചിട്ടേക്ക് മടങ്ങി പോകാറുണ്ട്. ആ നേരമായപ്പോ ഇങ്ങനെ വന്നു, ഈ ക്രൗഡിനെയൊക്കെ ഡിസ്പേഴ്സ് ചെയ്ത് വന്നതാണ്. അങ്ങനെ ആ സൗഹൃദം ഒന്ന് പുതുക്കി. പിന്നെ കുറച്ചു കാലത്തേക്ക് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് മറ്റേ സമയം കഴിഞ്ഞിട്ട് നോക്കുമ്പോ നേരെ എവിടെയോ അവിടെ ഇല്ല, ആൾക്കാരൊന്നുമില്ല. അപ്പൊ അടുത്തുള്ള ആ ഒരു അമ്പലവാസി സ്ത്രീകൾ, അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ ചോദിച്ചപ്പോ പറഞ്ഞ അവര് ഗുരുവായൂർ പോയി, അവിടെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 9ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഒരു കൊല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരിന്റെ തൊട്ടടുത്ത് ഒരുമനയൂർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ഥലമുണ്ട്. ഈ ഒരുമനയൂരുള്ള അവരായിട്ട് ഞങ്ങളുടെ ക്ലബ്ബ് ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം കളിക്കാൻ വേണ്ടി, ഞാനുണ്ടതില് ഞങ്ങൾ സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് പോയത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അന്ന് ഗുരുവായൂർ പടിഞ്ഞാറൻ നടാന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി ഒന്നുമല്ല. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയും ആട് പിടിച്ചു കിടക്കുന്ന സ്ഥലം, കൊച്ചു കൊച്ചു ചെറിയ ഗല്ലികള്, വീടുകള്, ഇതൊക്കെയുള്ള അവിടെ. ഇന്ന് കാണുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അവിടെ വെച്ചിട്ട് ഇദ്ദേഹം ആ ഒരു സ്ഥലം നന്നായിട്ട് നരച്ചൊരു വല്യമ്മയും കൂടി വരുമ്പോ ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഉണങ്ങി സൗഹൃദമൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ കളിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അന്നേരം എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് നന്നായി വരും കേട്ടോ എന്ന് പറഞ്ഞു. അവിടെ പോവുകയും ചെയ്തു. പിന്നീടൊരു SLC ഒക്കെ കഴിഞ്ഞ കാലത്താണ് പിന്നെ ഞാൻ ഗുരുവായൂർ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ അവിടുന്ന് ഒരു 6 കിലോമീറ്ററൊക്കെ ഉള്ള ഗുരുവായൂർ പോകാൻ. അന്ന് നാലമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് അവിടെ ഒരു പ്രസാദമൊക്കെ കൊടുക്കുന്ന ഒരു പഴയൊരു സ്ഥലമാണ് അതൊക്കെ. അവിടെ വെച്ചിട്ട് ഞാൻ ഈ വയസ്സായ വല്യമ്മയായിരുന്നു. അങ്ങനെ എന്നെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിച്ചു. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി ഒരു അപകടത്തില് ഉള്ള വിവരം അവർ പറഞ്ഞപ്പോ അവർ നന്നായിട്ട്
കണ്ണീര് വന്നു വരും. അങ്ങനെ അവര് ഇരുന്ന് പറഞ്ഞു തന്ന ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു തന്നു ഭീമരെ കുറിച്ച്. അത് അങ്ങനെ ഞങ്ങള് പിരിഞ്ഞു. ഞാനിത് വീട്ടിൽ വന്നിട്ട് ഒരു നോട്ട്ബുക്കില് ഇതൊക്കെ എഴുതിയിട്ടു. ഇങ്ങനെ ഓരോന്ന് എഴുതിയിരുന്ന ഒരു നോട്ട്ബുക്ക് അന്ന് എൻ്റെ കയ്യിലുണ്ട്. അന്ന് ആ നോട്ട്ബുക്കിൽ എഴുതിയിട്ട 3 കഥകളാണ് നിലാവും നിഴലുകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രസിദ്ധീകരിച്ചത്. അതൊരു 3 കൊല്ലം മുമ്പ്. അപ്പൊ ഈ നന്നായി അപ്പൊ ആ വല്യമ്മ എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഒരിക്കൽ പറയണ്ടായത്രേ, ആ രാമചന്ദ്രൻ വളരെ പ്രശസ്തനാവും കേട്ടോ, പക്ഷെ നമ്മളൊന്നും അത് കാണുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞു അവര്. അന്നൊക്കെ ഞാനെന്ന് ഒരു ഓർഡിനറി കോമേഴ്സ് പഠിക്കുന്ന ഒരാള്, അത്രയ്ക്കുള്ളൂ, വലിയൊരു ഇതൊന്നുമില്ല എനിക്ക്. എന്തായാലും ഇത് രാത്രി ഇരുന്നിട്ട് ഞാൻ ഇതൊക്കെ കുത്തി കുറിച്ചിട്ട് ഈ ബുക്ക് ഞാൻ പിന്നീട് കോളേജിന്റെ കാലഘട്ടത്തിലും പിന്നീട് ബോംബെയിൽ പഠിക്കാൻ പോയപ്പോഴും പിന്നീട് ഗൾഫിലെത്തിയപ്പോഴും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലാവും നിഴലുകൾ എന്നുള്ള ബുക്ക് ഇറങ്ങിയത് അങ്ങനെയാണ്, ചെറുകഥ. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് 1995 ഞാൻ ഗൾഫ് പ്രവാസി ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടില് സെറ്റിലായി. ആ കാലത്താണ് ഞാൻ പ്രശസ്തനായൊരു സംസ്കൃത പണ്ഡിതരത്നം ഡോക്ടർ കെ പി നാരായണ മാസ്റ്റർ കൂടെ പഠിക്കാൻ വേണ്ടി കൂടി. അത് ചില ശുപാർശകളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ മാഷന്ന് വളരെ പ്രശസ്തനാണ് അന്ന് നിന്നും. ഭരതമുനിയുടെ നാട്യശാസ്ത്രം മുഴുവനും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് മാഷാണ്. ഒരു വലിയ വോള്യം ബുക്കാണ് അത്. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എല്ലാം ഇതിലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹം ഗുരുവായൂർ ദേവസ്വത്തിന്റെ പബ്ലിക്കേഷനായ ഭക്തപ്രിയ മാഗസിന്റെ എഡിറ്ററായി, ചീഫ് എഡിറ്ററായി. അപ്പൊ പഠിക്കാൻ കൂടിയ കൂട്ടത്തില് എന്നെയും, കാരണം ഞാൻ പിന്നെ എനിക്ക് നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഈ ദേവസ്വക്കാരുടെ ഈ ടാക്സിയിലൊന്നും പോകണ്ട, ഞാൻ തന്നെ മാഷെ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അവിടെ ഡയറക്ടർ ബോർഡ്, ഈ ഭക്തപ്രിയ ഡയറക്ടർ ബോർഡിൽ അന്ന് പ്രശസ്തരൊക്കെ ഉണ്ട്. ഡോക്ടർ ലീലാവതി ടീച്ചർ, ഉണ്ണികൃഷ്ണൻ പുതൂര്, ശ്രീധര വാര്യര്, അങ്ങനെ ഒരു വലിയ സെറ്റ്, അക്കിത്തം, അങ്ങനെ വലിയൊരു സെറ്റാണ് അത്. അപ്പൊ അവരുടെ ആ സംസർഗം മാഷ്ക്ക് വേണ്ടിയിട്ട് എഴുത്തുപണികളൊക്കെ ഞാനാണ് ചെയ്തിരുന്നത്, ഈ ബോർഡ് മീറ്റിംഗ് നടക്കും. പിന്നെ അവിടുന്ന് ദേവസ്ഥന്റെ ഭക്ഷണം കൊണ്ടുവരും, അത് ഒന്നിച്ച് കഴിക്കും. അങ്ങനെ ഒരു സൗഹൃദം, പഠനം. പിന്നെ മാഷെ വീട്ടിൽ കൊണ്ടാക്കി ബാക്കി സമയം പഠിക്കും. ആ സമയത്താണ് ഞാൻ ഒരു ബദ്രീനാഥ് യാത്ര കഴിച്ച് ആദ്യമായിട്ട് ഹിമാലയം പോയത് അന്ന്. അപ്പോഴാണ് എനിക്ക് ഈ കൈലാസ് മാനസരോവർ യാത്രയെ കുറിച്ച് ഈ ബദ്രീനാഥിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ നടടച്ചിട്ട് രാത്രി ഒരു 5-8 ആൾക്കാരിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ സൈഡിലുണ്ടായിരുന്നു. നടടച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഒരു 10 മണി കഴിയുമ്പോൾ. പക്ഷെ അവർ സംസാരിച്ചിരുന്നത് മുഴുവനും നമ്മളൊന്നും കേൾക്കാത്ത രീതിയിലുള്ള ഇംഗ്ലീഷ് ഭാഷാ സ്വാധീനത്തിലാണ്. ഞാൻ ശ്രദ്ധിക്കാൻ കാരണം അതാണ്. പക്ഷെ അവർ പറഞ്ഞിരുന്ന മുഴുവനും കൈലാസ് മാനസരോവർ യാത്രയെ കുറിച്ചും അതിന് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിയില്ല എന്നുള്ള അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചിരുന്നത്. അപ്പൊ അതുവരെ കൈലാസ് മാനസരോവറൊക്കെ വെറും ഭാവനയിലായിരുന്നു നമ്മുടെ ഇടയിൽ. ഇതിനൊരു സ്ഥലം ഉണ്ടെന്ന് പോലും അന്നൊന്നും കേരളത്തിൽ ഒരാൾക്കറിയില്ല. ഈ അവര് പോകാനായിട്ട് എഴുന്നേറ്റപ്പോൾ ഞാൻ വളരെ പൊളൈറ്റ്ലി അവരോട് ചോദിച്ചു, ഈ കൈലാസ് മാനസരോവർ യാത്രയെ കുറിച്ച് അന്ന് സംസാരിക്കുന്നത് കേട്ടു, അത് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. അത് പുരാണങ്ങളിലുള്ള
നോ നോ, ഇറ്റ്സ് എ റിയാലിറ്റി. എന്നിട്ട് അങ്ങനെ ഒന്ന് ബ്രീഫ് ചെയ്തു. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് വർഷത്തിലൊരിക്കൽ ഇവിടേക്കുള്ള യാത്ര കണ്ടക്ട് ചെയ്യുന്നത്. അതിന് 1-2 ലക്ഷം പേരൊക്കെ അപേക്ഷ ഉണ്ടാവും. അതിൽ നിന്ന് നറുക്കെടുത്ത് 1000 പേരെ അത് 15 ബാച്ചാക്കി മാറ്റി, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഹൗ ടു അപ്ലൈ. അപ്പൊ ആള് പറഞ്ഞു യു ഡു വൺ തിങ്, ജനുവരി മാസമാകുമ്പോൾ എന്തായാലും ജനുവരിയിലാണ് നാഷണൽ ഡെയിലികളിലൊക്കെ പരസ്യം വരും, ഇന്ത്യൻ എക്സ്പ്രസ്, അത് ശ്രദ്ധിക്കൂ. ആ ബദരി യാത്ര വളരെ ഒന്നും ഓർമ്മിക്കാൻ പോലുമില്ല. അത്രയും ഒരു ഡൽഹിയിലുള്ള ഒരു ട്രാവൽ ഏജന്റ് കൂടെയാണ് ഞാൻ പോയത്. ഒരു സ്വാതന്ത്ര്യം ഇല്ല നമുക്ക് തൊഴാൻ, അങ്ങനെ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. നാട്ടിൽ വന്ന് ഞാൻ ഇംഗ്ലീഷ് പത്രം ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ പരസ്യം വന്നു, ഒരു ഫുൾ പേജ് പരസ്യമാണ്. അതില് അപേക്ഷിക്കേണ്ട വിധം കാര്യങ്ങൾ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അത് വെച്ച് ഞാൻ സിംപിളി വെള്ള കടലാസിൽ അപേക്ഷ അയക്കാനാ പറഞ്ഞിരിക്കും. അയച്ചു. അതൊരു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒരു വിവരമില്ല. അപ്പൊ ഞാൻ മാസ്റ്റർ കൂടെ പഠനവും ഗുരുവായൂർക്ക് കൊണ്ടുപോലും തിരിച്ചു കൊണ്ടുപോലും അങ്ങനെ നടക്കണം. അപ്പൊ ഈ ഇടയിലാണ് മാഷ് ഈ പഠിക്കാൻ വരുന്നവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൊണ്ടിരുന്നത് എന്നൊരു നിബന്ധന അന്ന് വെച്ചിരുന്നു. അപ്പൊ ഞാൻ എഴുതിയത് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഈ സന്യാസിയുടെ ചരിത്രമാണ്. അതൊരു കഥാരൂപത്തിലാക്കി. പക്ഷേ എനിക്കത് കാണിക്കേണ്ടി വന്നില്ല മാഷ്. കാരണം കാണിച്ചു എന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനൊരു പൈങ്കിളി സാഹിത്യ രൂപമാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ എന്തായാലും അത് കാണിക്കാണ്ട് തന്നെ ഞാൻ മാഷുടെ കൂടാണ് ഉണ്ടായത്. അപ്പൊ കൈലാസ് മാനസരോവർ യാത്രയുടെ അപേക്ഷയ്ക്ക് അയച്ച് മെയ് മാസം 5-ാം തീയതി എനിക്ക് മിനിസ്ട്രിയുടെ ഒരു ലെറ്റർ വന്നു. പ്രൊവിഷണലി സെലക്റ്റഡ് ആണ്, അതുകൊണ്ട് 5000 രൂപ അടച്ച് അതിൽ കുറെ ഡോക്യുമെന്റ് സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ അയക്കാൻ. അങ്ങനെ അത് ചെയ്തു. അപ്പൊ ഞാനിത് മാഷോട് പറഞ്ഞു, തുഷാരി മാഷോട് പറഞ്ഞു, ഇങ്ങനെ കൈലാസ് യാത്രയ്ക്കുള്ള അപേക്ഷ അയച്ചിട്ടുണ്ട്. പക്ഷെ മാഷ് പറഞ്ഞു അത് കിട്ടുന്നേ, പറഞ്ഞു അത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് സെലക്ഷനായി വരണ്ടേ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ മാഷ് അത് കിട്ടും എന്നുള്ളത് എനിക്ക് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അന്നൊക്കെ ഭൂരിഭാഗം കിട്ടിയിരുന്നത് നോർത്ത് ഇന്ത്യൻസിനാണ്. ഇവിടെ നിന്നുള്ളവരുടെ അപേക്ഷ കുറവായിരുന്നു. എന്തായാലും ഒരു മെയ് 15-ാം തീയതി ഒക്കെ ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് ഈ പ്രൊവിഷണലി സെലക്റ്റഡ് ആണ്. 1000 പേരെ എടുത്തിട്ടുണ്ട്. അന്ന് എത്ര 2-3 ലക്ഷം അപേക്ഷകരിൽ നിന്ന് 1000 പേരെ എടുത്തിട്ടുണ്ട്. അതിന്ന് ഡൽഹിയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 300 പേരെ എടുത്തുള്ളൂ. നോൺസിലെ ഇന്റിമേഷനൊക്കെ വന്നു. അപ്പൊ ഡൽഹിയിൽ പോകുമ്പോൾ നമ്മള് മെഡിക്കൽ ചെക്കപ്പ് റിപ്പോർട്ടുകൾ, ട്രെഡ്മിൽ ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണം. എന്തായാലും മാഷുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി അപ്പോഴും ഉറപ്പില്ല ഈ 1000 പേരിൽ പെട്ടില്ല ഞാൻ തിരിച്ചു പറഞ്ഞു. എന്തായാലും ഈ 1000 പേരുടെ ടെസ്റ്റ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ബേസ് ക്യാമ്പില് ഒരാൾക്ക് ഒരു ദിവസം വരും ടെസ്റ്റ്. അങ്ങനെ പല സ്ഥലത്തും ടെസ്റ്റുകളുണ്ട്. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് അപ്പൊ ഞങ്ങൾ ഈ 1000 പേരുണ്ട് പല ബാച്ചുകളായിട്ട്. ലാസ്റ്റ് ഡേ അതിന്റെ റിസൾട്ട് ഇട്ടപ്പോ അതിൽ 5-ാം ബാച്ചിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ അതിനുള്ള ഡൽഹിയിൽ അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ മിനിസ്ട്രി തരും. അവരുടെ കൂടെ താമസിച്ച് 5-ാം ബാച്ചിലാണ് ഞാൻ അങ്ങനെ ഈ കൈലാസ് മാനസരോവർ യാത്ര ചെയ്തത്. അപ്പൊ ഈ സന്യാസിയെ കുറിച്ചുള്ള
ഈ സംഭവം ഞാൻ മാഷെ കാണിച്ചിരുന്നില്ല. അത് 95 അത് ഏതൊരു ഫയലിൽ വെച്ചു. പിന്നീട് കൈലാസ് മാനസരോവർ യാത്ര ചെയ്തു. അപ്പൊ അത് എഴുതണമെന്ന് പറഞ്ഞ് മാഷ് പ്രചോദനം തന്നു. ഞാൻ എൻ്റെതായ രീതിയിൽ എഴുതി. വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും അത്യാവശ്യം കറക്ഷനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ബുക്ക് പ്രസിദ്ധീകരിച്ചു. ആ വർഷം തന്നെ ഏറ്റവും നല്ല ട്രാവലോഗിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടി ആ ബുക്കിന്. ഇതിൻ്റെ ഇടയിൽ മാഷ് ഒരു 95 വയസ്സിൽ മരിച്ചുപോയി. അപ്പൊ അതിന് മുമ്പ് തന്നെ മാഷ് അനുജൻ അച്യുത പിഷാരി മാഷുണ്ട്, അവരുടെ കൊടിക്കുന്ന് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത്. അവിടെ ഞാൻ പോകാറുണ്ട് മാഷയുടെ കൂടെ. അപ്പൊ അച്യുത പിഷാരി മാഷിയും ആയിട്ട് നല്ല അങ്ങോരും സംസ്കൃത പണ്ഡിതനാണ്. പക്ഷെ അധ്യാപകനായി റിട്ടയർ ചെയ്ത് സത്സം വീട്ടില് നേരിടുന്നില്ല. അപ്പം പിഷാരി മാഷ് മരിച്ചതിന് ശേഷം, ചേട്ടൻ മരിച്ചതിന് ശേഷം ഞാൻ അനിയന്റെ അടുത്തേക്ക് കൊടുക്കുന്നതിക്ക് പോകും, ആഴ്ചയിൽ 1-2 ദിവസം. പിന്നെ അങ്ങനെ ആ സമയത്താണ് തപോഭൂമി ഉത്തരാഖണ്ഡിൽ ചെയ്തു. അതിനിടയിൽ നിരന്തരം യാത്രകൾ, ഹിമാലയത്തിന്റെ ഓരോ ഭാഗങ്ങളും കണ്ടെത്തി അറിഞ്ഞ് അവിടേക്കുള്ള യാത്ര ഞാൻ തന്നെ സംഘടിപ്പിച്ച് അതിനുള്ളൊരു സെറ്റ് ആൾക്കാരൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഓരോ റേഞ്ചുകൾക്കും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇതാ ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഉത്തരകാശിയിൽ ഉണ്ടായ ലാൻഡ് സ്ലൈഡും വലിയൊരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ പേപ്പറിൽ വന്ന് കണ്ടല്ലോ. ആ ഒലിച്ചുപോയ ആ ഹോട്ടലിൽ, ആ സ്ഥലത്ത്, അതിലൊക്കെ ഞാൻ താമസിക്കുന്നു. അവിടേക്കൊന്നും വാഹന ഗതാഗതം അന്നേ ഇല്ല. കാരണം ഒരു കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന ഒരു ഏരിയയിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നദിയുടെ കരയിൽ കൂടെ താഴോട്ട് ഇറങ്ങണം, വഴിയില്ല, ഒറ്റയടിപ്പാത. അത് കഴിഞ്ഞാൽ നദീതീരത്തെത്തിയാൽ അവിടെ എന്തോ വഞ്ചികൾ കാത്തുകൊടുക്കുന്നുണ്ടാവും. അതിൽ കയറുക, ഏത് ഹോട്ടലിലേക്ക് കയറ്റാം, അവരും ഉണ്ടാകും. ഹോട്ടലിൽ വഞ്ചിയിലെത്തണം, ഒരു കാറ് മാർഗമില്ല. പക്ഷെ അന്ന് അവിടെ പല സ്ഥലത്ത് ഞാൻ ഉത്തരകാശിയില് ഗോത്രിയിലേക്കൊക്കെ പോണ സമയത്തൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എൻ്റെ കൂടെയുള്ള ഭൂപീന്ദ്രനോട് ഞാൻ അന്ന് പറയണ്ടായി, ഇതൊക്കെ ഇത് ഇത്രയും ദുർബലമായ ഒരു ഏരിയ ആണല്ലോ ഭൂപീന്ദ്രൻ. ഇതിലാണ് ഈ 5 നില 6 നില 7 നില കെട്ടിടങ്ങൾ നിൽക്കുന്നത്. ഈ ഗീർഗംഗാ നദി ഉത്തരകാശിയിൽ നിന്ന് ഒഴുകി വന്ന് വർഷകാലത്തൊക്കെ ഫ്ലഡഡ് ലൈക്കാണ്. പക്ഷെ അന്നേ ഞാൻ അവനോട് പറയണ്ടായി ഒരിക്കലും ഇത് അപകടമാണ് എന്നുള്ളത്. എനിക്ക് അത് നോക്കുക, അതന്നെ സംഭവിച്ചു. ആ ഗ്രാമം മുഴുവനും ആ കെട്ടിടങ്ങളും അതെല്ലാം അപ്രത്യക്ഷമായി. അപ്പൊ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഓരോന്ന് കണ്ടുപിടിച്ച് പിന്നെ കുമ്മിയൂർ ഹിമാലയത്തിലേക്ക് ചെയ്തു. ആ സമയത്താണ് ആദി കൈലാസ് യാത്രയ്ക്കുള്ള ഗവൺമെന്റിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തുടങ്ങിയത്. അപ്പൊ അവരെന്നെ ഉൾപ്പെടുത്തി, റൈറ്റർ എന്നുള്ള നിലയ്ക്കാണ് എന്നെ ഉൾപ്പെടുത്തി. ആ ഫസ്റ്റ് പേജിൽ ഞാൻ പോയി. അങ്ങനെ ആദി കൈലാസ് യാത്ര ചെയ്തു. പിന്നീട് ഹിമാലയത്തിന്റെ മറ്റു ഭാഗങ്ങളില്, ഉത്തരാഖണ്ഡിന്റെ ഭാഗങ്ങളില് ഓരോ സ്ഥലങ്ങളിൽ, അങ്ങനെയാണ് പിന്നെ ദേവഭൂമി എഴുതി. അങ്ങനെയാണ് ലാസ്റ്റ് എഴുതിയതാണ് ഹിമാലയ സമതലങ്ങളിലൂടെ. ഈ ഹിമാലയ സമതലങ്ങളിലൂടെ ഉള്ള യാത്ര കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പായി. അപ്പൊ ഓൾമോസ്റ്റ് 7 ട്രാവലോഗായി. അപ്പൊ ഒരു ബുക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത്രയധികം ശ്രമം വേണം. കാരണം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സാധനങ്ങൾ അത് ഇതൊക്കെ അന്ന് ഡയറി നോക്കി എഴുതി വലിയൊരു എഫർട്ടാണ് അത്. അപ്പൊ 7ാമത്തെ ട്രാവലോഗ് ഹിമാലയ സമതലങ്ങളിലൂടെ കഴിഞ്ഞപ്പോ അതിൽ ഞാൻ പല വിഷയങ്ങളും പറഞ്ഞതൊക്കെ ഇപ്പൊ ഇന്ന് ലോക ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഓരോ ന്യൂസുകളായിട്ട് ഞാൻ കാണാറുണ്ട്.
ഈ ഷാങ്ക്രിലെ കുറിച്ചുള്ള വിവരണങ്ങള്, ടിബറ്റിന് സംഭവിച്ച എന്താണ് ആക്ച്വലി ഹാപ്പൻ എന്നുള്ളത്, ഹൗ ദലൈലാമ വാസ് ഫോഴ്സ്ഡ് ടു മൈഗ്രേറ്റ് ടു ഇന്ത്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഷാങ്ക്രില എന്ന് പറഞ്ഞത് ഒരു കാലത്ത് ഹിമാലയത്തിൽ ഉണ്ടായിരുന്നു. ഈ ടിബറ്റിന്റെയും ഇന്ത്യയുടെയും കോർണർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായിട്ടില്ല, വളരെ വഴിയില്ല ശരിക്കും. പക്ഷെ അന്നും ഈ ഷാങ്ക്രിലയായിട്ട് ബന്ധപ്പെട്ടിരുന്നത് ഇന്ത്യയിലത്തെ നാട്ടുരാജാക്കന്മാരാണ്. ബിക്കാനീർ മഹാരാജാവ്, ഝാൻസി, ഇവർക്കൊക്കെ അന്ന് ചെറിയ എയർക്രാഫ്റ്റ് ഉണ്ട്. ചെറിയ വളരെ ഒരു 4 പേരൊക്കെ ഇരിക്കാവുന്ന മാതിരിയുള്ള പ്ലെയിൻ അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതില് ഇന്ത്യയിൽ നിന്നുള്ള ഈ മഹാരാജാക്കന്മാർക്കൊക്കെ അന്ന് ഈ വിമാനമുണ്ട്. അപ്പൊ ഇംഗ്ലീഷുകാരാണ് അത് ഹാൻഡിൽ ചെയ്ത് തരുന്നത്, പൈലറ്റൊക്കെ. ഇവര് ഈ ഷാങ്ക്രിലയുടെ താഴത്തുള്ള ആ നദിയിൽ നിന്ന് എത്രയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് കണക്കുണ്ടാവില്ല. ആ സാൻഡ് നമ്മൾ കണ്ടാലേ സ്വർണ്ണത്തരികൾ നമുക്ക് കൺമുമ്പിൽ കാണാം, അങ്ങനെ മിന്നു കണ്ടു. അപ്പൊ ഇവര് ഒരാൾക്കാരും കൂടി വരിക, വലിയ ചാക്കുകളില് ഈ മണല് നിറയ്ക്കുക. അപ്പോൾ ചൈന ഭരിച്ചിരുന്ന ചെങ്കാണ്, അവർക്കൊന്നും ഈ ഭാഗത്തേക്ക് വലിയ ശ്രദ്ധ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് അങ്ങനെയാണ് ഈ ബിക്കാനീർ മഹാരാജാവിന്റെ ഒക്കെ അവിടെയൊക്കെ ഞാൻ ജോധ്പൂരിലൊക്കെ പോയിപ്പോ ആ കൊട്ടാരം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. കാരണം കട്ട്ല, ജനല, ശ്രീകോവിലിന്റെ നിർമ്മിതികള്, ചെമ്പര് മുഴുവൻ ഗോൾഡാണ്. വലിയൊരു റോക്കിന്റെ മുകളിൽ റോക്ക് തുരന്നുണ്ടാക്കിയിട്ട് അതൊക്കെ കാണേണ്ട വിസ്മയങ്ങളാണ് അത് ശരിക്കും. അപ്പൊ അന്ന് നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നാണ് ഒരു കാര്യം ബോധ്യമായത്, ഈ ഷാങ്ക്രിലയുടെ അടിഭാഗത്തിൽ കൂടെ ഒഴുകുന്ന നദിയിൽ നിന്നുള്ള മണല്, ഒരു തരം മണലാണ് അത്. അതില് നല്ല പെർസെൻറ്റേജ് സ്വർണ്ണമുണ്ട്. അത് ഇവിടെ കൊടുന്ന് അരിച്ചിട്ടാണ് ഇത്രയും സ്വർണ്ണ നിർമ്മിതികൾ അന്ന് ഇന്ത്യൻ നാട്ടുരാജാക്കന്മാരുണ്ടാക്കിയത്. ഇത് പിന്നീട് ഇംഗ്ലീഷുകാർ അറിഞ്ഞു. അപ്പൊ അവരും ഇത് തുടങ്ങി. അതൊക്കെ ഈ ചെറിയ എയർക്രാഫ്റ്റിലാണ്, ഒരു 2 പേർക്കോ 3 പേർക്ക് ഇരിക്കാവുന്ന ചെറിയ എയർക്രാഫ്റ്റ്. അതിൽ പക്ഷെ ലഗേജ് കണ്ടമാനം ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഈ ഹിമാലയ സമതലങ്ങളിലൂടെ എഴുതിയിട്ടുണ്ട്. അതുമാതിരി അലിയൻസ്, പറക്കം തളികകൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമുണ്ട്. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അന്ധവിശ്വാസമൊന്നും ഒറ്റ വാക്കിൽ പറയാൻ വളരെ എളുപ്പമാണ്, അന്ധവിശ്വാസം. പക്ഷെ ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഗവേഷണങ്ങളും ലോകം അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങളും ഒരുപാട് ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാനത് എഴുതുന്നത്. അമേരിക്കയുടെ ഏരിയ 51 എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കുറിച്ചുള്ള വിവരങ്ങൾ വരെ അതിലുണ്ട്. ഇത് ഇന്നും ലോകരാഷ്ട്രങ്ങൾക്ക് അറിഞ്ഞുകൂടാം. അമേരിക്ക അത് അത്രയും രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ അലിയൻസ് വരുന്നതിന്റെ എനർജി പവർ യൂണിറ്റ് എന്താന്ന് വരെ അമേരിക്കൻ ഡിഫൻസിന് അറിയാം. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസുകളുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ബുക്കുകളൊക്കെ ഞാൻ പറഞ്ഞു വന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവര് കടൽ സമ്പത്തിന്റെ, കടലിന്റെ അടിയിലത്തെ സംഭവങ്ങള്, കടലിന്റെ അടിയിലുള്ള അൺനോൺ പ്ലേസുകള്, അങ്ങനെ ഇതൊക്കെ രേഖകൾ സഹിതമാണ് ഞാൻ എഴുതിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ട്രാവലോഗ്സ് ഇന്ത്യയാണ്. ഇപ്പോഴും വർഷം തോറും പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ അലിയൻസിനെയൊക്കെ നേരിട്ട് കണ്ട ഇന്ത്യൻ സ്പേസ് ഇതിന്റെ കൺട്രോളിങ് അങ്ങനെ കുറിച്ചൊക്കെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അത് ഹിമാചൽ പ്രദേശിലെ ഒരു മലമടക്കിൽ വെച്ചിട്ട് അവർ ശരിക്ക് പറക്കം തളിക കണ്ടതാണ്. അതിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും പേപ്പറിൽ വന്നതും ഒക്കെ ഉണ്ട്. അതുമാതിരി തന്നെ അമേരിക്കൻ എയർപോർട്ടിൽ നിന്ന്
പുറപ്പെട്ട ഒരു ബോയിങ് 747 4 എഞ്ചിനുള്ള ജംബോ ജെറ്റ് വിമാനത്തിനെ ഒരു പറക്കം തളിക കമ്പനി ചെയ്തു ഒരു അരമണിക്കൂറോളം. ഇതൊക്കെ പെന്റഗൺ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരത് ചെയ്തത്. പെന്റഗണിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കോട്ട് ചെയ്തിട്ട് ഞാൻ ഈ ബുക്കിൽ ഹിമാലയ സമതലങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഹിമാലയം പോയി അല്ലെങ്കിൽ ബദ്രീനാഥ് കേദാർനാഥ് പോയി അവിടെ പോയി അതല്ല, അത് തീർത്ഥാടനത്തിന്റെ ഒരു വഴിയുണ്ട്. അതർ ദാൻ ദാറ്റ് ഇത്രയും വിസ്മയം ഉള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ബേസ് ചെയ്ത് നിൽക്കുന്ന പല വസ്തുതകളുണ്ട്. ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക. ഈ ഹൈദരാബാദിലുള്ള സ്പേസ് സെന്ററിന്റെ ചീഫ് ഡോക്ടർ കുൽക്കർണി, ഇവര് ഹിമാചൽ പ്രദേശിൽ ഗവേഷണം നടത്തുമ്പോൾ പറക്കം തളിക കണ്ടിട്ടുണ്ട്. അവരത് എന്ത് വെച്ചാൽ അവരത് റെക്കോർഡ് ഉണ്ടാക്കി. അതല്ല ഏറ്റവും എളുപ്പം. കാരണം അത് വന്ന് പറന്ന് ഇതിന്റെ മുകളിലേക്ക് പോയപ്പോ ഇവരിതിനെ ഫോട്ടോയിലെടുത്തു. എന്നിട്ട് അവിടുന്നൊരു ഈ ഡോക്ടർ കുൽക്കർണിക്ക് താമസിച്ചിരുന്ന അവിടുന്ന് 40-50 കിലോമീറ്ററിന്റെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അവിടേക്ക് രാത്രി ജീപ്പ് ഓടിച്ചു പോയി. ആ പോലീസ് സ്റ്റേഷനിൽ അവര് ഒരു FIR ഉണ്ടാക്കി. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അത് ഇന്നും രേഖയാണ്. അപ്പൊ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൺഫർമേഷൻ ഉണ്ടാക്കുക, അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് ഒരു ട്രാവലർ. സാധാരണഗതിയിൽ ഒരു ട്രാവലർ എഴുതുമ്പോൾ പിന്നെ സ്ഥലത്തേക്ക് പോയി അവിടെ തൂക്കൊണ്ട് തൊഴുതു അല്ലെങ്കിൽ പുരാവസ്തുക്കൾ കണ്ടു പോകുന്നു, അത്രയൊക്കെ പറഞ്ഞു. പക്ഷെ അതല്ല, നമ്മളതിന്റെ ബേസ് വരെ, റൂട്ട് വരെ തേടി പോവാണ്. അതുമാതിരി തന്നെ സമുദ്രത്തിന്റെ അടിയിൽ നിന്നുള്ള തുരങ്കങ്ങൾ, ഈ മംഗോളിയയിലത്തെ ഗോബി ഡെസർട്ട് ഉണ്ട്, അവിടേക്ക് ഒരു എൻട്രി ഉണ്ട്. കൈലാസ് മാനസരോവർ തടാകത്തിന് ഒരു എൻട്രി ഉണ്ട്. ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് എൻട്രികളാണ്. അപ്പോ ഈ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ 1995 എഴുതിയ ഈ സന്യാസിയുടെ ചരിത്രം ഇന്നൊരു ഇന്ത്യൻ സിവിൽ സർവീസിൽ സെലക്ഷൻ കിട്ടിയ ആളാണ്. IAS, IRF, IPS. പക്ഷെ ആൾക്ക് IAS കിട്ടിയില്ല. IRF, IPS ഒക്കെ വന്നപ്പോൾ അത് വേണ്ട. അങ്ങനെ ഈ വാസ് എ റിയൽ ക്യാരക്ടർ. പിന്നെ അദ്ദേഹം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാര് ഓയിൽ എക്സ്പ്ലോറേഷൻ ഗൾഫിൽ നടത്തുന്ന കാലത്ത് അങ്ങനെ ഗൾഫിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഹി മെയ്ഡ് മണി, വെരി വെൽ ഓഫ് ആയിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് 15 വർഷം വിദേശത്ത് ഉണ്ടായിട്ടാണ്. അങ്ങനെ അവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ടാണ് ഈ ഗ്രാനൈറ്റ്സും മാർബിൾസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതില് സ്റ്റെനോഗ്രാഫറായിട്ട് വന്ന ഒരു ലേഡി ആണ് കല്യാണി. ഞാൻ പേരൊക്കെ മാറ്റിയതാണ്. അങ്ങനെ അവര് തമ്മിലൊരു അടുപ്പുണ്ടായി. ഇറ്റ് വാസ് ആൻ ഇന്റിമേറ്റ് ലവ് ആയിരുന്നു. ബട്ട് സംഭവം ഇന്നൊരു അസ്ട്രോളജി പഠിച്ചാണ് ഈ ജയകൃഷ്ണൻ എന്നൊരു പേര്. അത് സിലബസ് വൈസും ലോക്കൽ ലെവലിലും ഗ്രന്ഥങ്ങളിൽ വഴിയൊക്കെ പഠിച്ചാണ്. അപ്പൊ ഈ ബുക്കിന്റെ 2 ആഴ്ച ആയിട്ടുള്ളൂ. വായിച്ചവരൊക്കെ വലിയ അഭിപ്രായം പറയുന്നുണ്ട്. ഇതാണ് ഇതിന് അവതാരിക എഴുതിയിരുന്നത് ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ
OV വിജയൻ സാറിന്റെ സിസ്റ്ററാണ് OV ഷാ മാഡം. അവരാണ് ഞാൻ അവതാരിക എഴുതുന്നത്. പിന്നെ പഠനം എഴുതിയത് ഡോക്ടർ PV കൃഷ്ണൻ നായരാണ്. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇതിന് പഠനം എഴുതി. ഇത് മൊത്തം 192 പേജേ വരുന്നുള്ളൂ. അത്ര വലിയ പുസ്തകമല്ല. ബട്ട് അതില് ഇനി അടുത്തത് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇതില് ഒരു നോവലില് ഇതിൽ കവിതയുണ്ട്. കല്യാണക്കുട്ടി കവിത എഴുതുന്ന ആളായിരുന്നു. എനിക്ക് കുറെ കവിതകളുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിക്കൽപ്പിച്ചത്. പിന്നെ യോഗശാസ്ത്രത്തെ കുറിച്ചുള്ള ഓത്തന്റിക് ആയിട്ടുള്ള ഒരു 10, 20 പേജ് 25 പേജോളം. ഇന്ന് നമ്മുടെ നാട്ടില് അതാണ് അതിൽ പറയാനുള്ള ഒരു വസ്തുത. ആയിരക്കണക്കിന് യോഗ സെന്ററുകളുണ്ട് കേരളത്തിൽ. ഇവരൊക്കെ യോഗ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവര് യഥാർത്ഥ ക്രിയായോഗത്തിന്റെ 7 അയലത്ത് പോലും വരുന്നില്ല. ഇവര് പഠിപ്പിക്കുന്നത് യോഗ ശാസ്ത്രത്തില് പറയുന്ന കുറെ ഫിസിക്കൽ എക്സസൈസ് അതാണ്. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ഒരു ശരീരത്തിനെ യോഗ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ യോഗ തിയറിയാണ് ശരിക്ക് അറിയേണ്ടത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഇതിന്റെ പൂരകം, കുംഭകം, രേചകം അല്ലെങ്കിൽ കൈകാല് കൊണ്ടുള്ള ഒരുപാട് ഫിസിക്കൽ എക്സസൈസ് ഉണ്ട്. ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. കാരണം അത് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്, ബോഡിക്ക് നല്ലതാണ്. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡൽഹിയുടെ പാർലമെന്റിന് മുമ്പിൽ യോഗ ഡേയില് എത്രയോ ലക്ഷം പേരൊക്കെ പങ്കെടുപ്പിക്കുന്നു യോഗ. അപ്പൊ യോഗ എന്നുള്ള പ്രയോഗം തന്നെയാണ് അതിൽ വരുന്നത്. ഇറ്റ് ഈസ് നോ കണക്ഷൻ വിത്ത് ക്രിയായോഗ. അപ്പൊ തന്നെയല്ല, ഈ ആയിരക്കണക്കിന് ക്രിയായോഗ സെന്റർ, ഈ മറ്റേ യോഗ സെന്ററുകൾ, ഇവരൊക്കെ പണം വാങ്ങിക്കുന്നുണ്ട്. ഫീസ് എത്ര മാസം? 5000, 6000, എത്രയൊക്കെ. ഇറ്റ് ഈസ് റോങ്. ഇത് ചെയ്യാൻ പാടില്ല. തന്നെയല്ല, അവർ ശാസ്ത്രം പഠിപ്പിക്കുന്നില്ല. പിന്നെ ഈ ഫിസിക്കൽ എക്സസൈസ് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നുള്ളൂ. കാലത്തൊരു ഹാഫ് ആൻ അവർ, ഞാൻ വർഷങ്ങളായിട്ട് ഓൺലി ഫിസിക്കൽ എക്സസൈസ് ആണ് അത്. അതില് പൂരങ്ങും, കുംഭകം, രാജകൊക്കെ വരും. പിന്നെ നിന്നിട്ടുള്ള പോസുകള്, കൈകാലുകളും, അതൊക്കെ കണക്റ്റഡ് വിത്ത് ഫിസിക്കൽ എക്സസൈസ്. അപ്പൊ യഥാർത്ഥ ക്രിയായോഗ അഭ്യസിക്കുന്നവര് അവനവന്റെ ബോഡി ഇപ്പൊ വയറൊക്കെ ചാടി അതൊക്കെ ഇല്ലാതെയാക്കണം. ബ്രീത്തിങ് പെർഫെക്റ്റ് ആക്കണം. ബോഡി, ആമാശയം, ഇൻറ്റസ്റ്റൈൻ, ഇതിനൊക്കെ നല്ലതാണ്. അപ്പൊ അതങ്ങനെ ചെയ്ത്, പക്ഷെ അതിന് പ്രതിഫലം വാങ്ങിക്കുന്നുണ്ട് അവര്. ആക്ച്വലി ദീസ് പീപ്പിൾ ആർ മിന്റിങ് മണി. അത് തെറ്റാണ്. എന്തെങ്കിലും ഒരു ചെറിയ ദക്ഷിണയൊക്കെ വാങ്ങിക്കാന്നല്ലാതെ ഒരു മാസം 5000, 6000, 7000, 8000 ഒക്കെ മേടിക്കുക, അങ്ങനെ 100 പിള്ളേരെ പഠിപ്പിക്കുക. അപ്പൊ എന്താണ് ക്രിയായോഗം എന്നുള്ളതിന്റെ ഫസ്റ്റ് മനസ്സിലാക്കാനുള്ള കുറച്ച് ചാപ്റ്ററുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതേമാതിരി അനുഷ്ഠാനം ചെയ്യാം. ഒരാള് ഒരു ഗുരു ആണെന്നൊന്നുമില്ല. ഗുരുവിന് കിട്ടേണ്ട സമയം വരുമ്പോൾ ഗുരു ഓട്ടോമാറ്റിക്കലായിട്ട് വിൽ കം ടു യു. ഇതൊക്കെയാണ് അതിന്റെ പവിത്രമായ മാർഗങ്ങൾ. നമ്മൾ അന്വേഷിച്ച് ചെല്ലണ്ട. ഹി വിൽ കം ടു യു. പക്ഷെ അതുകൊണ്ട് അതിനിവിടെ യഥാർത്ഥ ക്രിയായോഗം ഇല്ല. ഇതില് എത്ര തരം പറ്റിക്കലാണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു. അതാവും ഹിമാലയത്തിൽ നിന്നുള്ള കുറെ സന്യാസി വേഷം കെട്ടിച്ചത് കുറെ ആൾക്കാർ തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുവരിക. അതിൽ അഘോറി കൊണ്ടുവന്നവരിക്കേ കഴിഞ്ഞല്ലോ. എത്ര പേരെന്നെ വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. അഘോറികളൊന്നും അവരുടെ താവളം വിട്ട് ഒരു സ്ഥലത്തേക്ക് പോവില്ല. പബ്ലിക്കായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യില്ല. യഥാർത്ഥ അഘോറികളെ ഞാൻ കണ്ടെത്തി തന്നെ
എത്രയോ വർഷത്തെ ശ്രമത്തിനൊടുവിലാന്നറിയോ. അങ്ങനെ കാശിയിൽ വെച്ച് ഞാൻ കുറെ കണ്ടതിന് ഞാനൊരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ദേവഭൂമിയിലൂടെ എന്നല്ല, അതിലെന്ന് തോന്നുന്നു. എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തൊട്ട് ഒരു അലങ്കരിച്ച വാഹനത്തില് ക്രിയായോഗി സന്യാസി കയറിയിരിക്കുന്നു, ജട രുദ്രാക്ഷം മുഴുവൻ വാരി വലിച്ചിട്ട്, എന്നിട്ട് നിർത്തി ഓരോ സ്ഥലത്തും ദീക്ഷ കൊടുക്കണം. 2000 രൂപ, 3000 രൂപ, 5000 രൂപ, അതിനൊക്കെ അപ്പൊ തോന്നിയ റേറ്റ് പറയും ആൾക്കാർ. അത് സർവാത്മന കൊടുക്കുന്നു. ഈ കോട്ടയം, തിരുവനന്തപുരം ബെൽറ്റിൽ നിന്നൊക്കെ എത്ര പേരാ എന്നെ വിളിച്ചാന്നറിയാം. ഞാൻ പറഞ്ഞു, ആ പണം നിങ്ങൾ വല്ല സാധുക്കൾക്കും സഹായത്തിന് കൊടുക്കും, ആശുപത്രി കേസോ ഭക്ഷണം ഇല്ലാണ്ട് വരുന്നവരോ അവർക്ക് കൊടുക്കും. ഇത് മേടിച്ച് പോക്കറ്റിലിടുക. എന്നിട്ട് കാസർഗോഡ് വരെ എത്തി ഒരു സെറ്റ്. തിരുവനന്തപുരത്ത് ഒരു ചലനം ഉണ്ടാക്കി, ഒരു അഗോറി വന്നു പോകുന്നുണ്ട്. എത്ര കോടികൾ അതിൽ കളക്ട് ചെയ്യുന്നു ഒരാൾക്ക് അറിഞ്ഞൂട. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ക്രിയായോഗം ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കണമെങ്കിൽ നിങ്ങൾ ആരോഗ്യമുള്ള ഒരു ബോഡി ഉണ്ടാക്കിയത്, എന്നിട്ട് യു വെയിറ്റ്. അതിൽ ഇന്റൻസീവായിട്ട് നിങ്ങൾ ചെയ്തുവെങ്കിൽ നിങ്ങൾക്കൊരു ഗുരുവിനെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അവനവൻ്റെ വീട്ടിലിരുന്നാൽ പോരാ, യു ഹാവ് ടു ട്രാവൽ. അത് ഹിമാലയത്തിലോ അതുമായിട്ടുള്ള ഏതെങ്കിലും സ്പിരിച്വൽ സെന്ററുകളിലോ, അല്ലാതെ തന്നെ വേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പൊ മൂകാംബിക, മറ്റേ സിർദി സത്യസായിബാബ, അങ്ങനെയുള്ള സെന്ററുകളുണ്ട്. ഇവിടെയൊക്കെ യോഗീശ്വരന്മാർ വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സത്യസായിബാബയുടെ പുട്ടപ്പുറത്ത് പോയപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാനത് പറഞ്ഞോന്നറിയില്ല. കാലത്ത് തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ചുമ്മാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം ആവുന്നുള്ളൂ. അപ്പൊ അവിടെ സിമെന്റ് ബെഞ്ചിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പൊ റൈറ്റ് സൈഡിലെ എൻട്രൻസ് കടന്നിട്ട് ഒരു കാഷായ വസ്ത്രധാരി വരണുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു, കാരണം അദ്ദേഹത്തിന്റെ ഓറയാണ് ഞാൻ അത്രയും ദൂരം നിന്ന് കണ്ടത്. അടുത്തും തോറും അത് വിസ്മയകരമായ രീതിയിൽ വലുതാകുന്നുണ്ട്. ബട്ട് അനദർ തിങ്, സർപ്രൈസിംഗ്ലി, ഇദ്ദേഹത്തിന്റെ ജട നിലത്ത് കിടന്ന ഇഴയാണ്. അതായത് കണ്ണിക്കാലും കഴിഞ്ഞ് നിലത്ത് മുട്ടിയിട്ടുള്ള മുടി കിടക്കണേ, അത് മടഞ്ഞിട്ടുണ്ട്. അത് ഏച്ചുകുട്ടി മടഞ്ഞതല്ല, കാരണം ഞാൻ 2 പ്രാവശ്യം കണ്ടപ്പോൾ 1 പ്രാവശ്യം മടഞ്ഞിട്ടുണ്ട്, 1 പ്രാവശ്യം അഴിച്ചിട്ടിട്ടാണ്. പിറ്റേ ദിവസം കാലത്തും കാണുന്നുണ്ടായി. ഇവിടെ അടുത്ത് ഞാൻ ആ സിമെന്റ് ബെഞ്ചിൽ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാണ്ട് എഴുന്നേറ്റ് പോയി. ആളൊന്ന് നോക്കി, ഒരു ചെറിയ പുഞ്ചിരി. അപ്പോഴേക്കും മെസ്സ് ഹാള് തുറന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കണ്ട് സംസാരിക്കുന്നു വിചാരിച്ചു. പക്ഷെ അദ്ദേഹം ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്ത് ഞാൻ സ്ഥലത്തെ ലൊക്കേറ്റ് ചെയ്തെങ്കിലും ഞാൻ ഇഡ്ഡലിയും വടയും കഴിച്ചു കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ ആളെ കണ്ടില്ല. പിറ്റേ ദിവസം അവന്മാര് ലഞ്ചിന്റെ സമയത്തും ഒരു നോക്കണം, അപ്പോഴും ഒന്ന് പുഞ്ചിരിച്ചു. ബട്ട് അപ്പോഴും മിസ്സായി. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് കാണാൻ യോഗമില്ല. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ ആ ജട ഒന്ന് ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു. കാരണം ഇതൊക്കെ ഡീപ്പ് ഹിമാലയത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങള്, അത് അത്ര അധികം നമുക്ക് വിഷമം തോന്നും. ഹിമാലയത്തിൽ നിന്ന് സന്യാസിമാര് വന്നിട്ട് ദീക്ഷ കൊടുക്കുക, അതായത് ഒരു പ്രാക്ടീസ് യാതൊന്നും ചെയ്യാതെ ഈ അലങ്കരിച്ച വാഹനത്തിൽ കയറി നിന്നിട്ട് മേടിച്ചു, 2000 3000 മേടിച്ചു, ഒരു ചരട് കൊടുത്തു, കഴിഞ്ഞു. ഇതാണ് അത്ര ദീക്ഷ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പൊതുവെ പറഞ്ഞാൽ, എനിക്കിപ്പോ ഈ നോർത്തിലത്തൊക്കെ ചില ആശ്രമങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് ആശ്രമങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ സിർദി സായിബാബയായാലും അല്ലെങ്കിൽ പുട്ടപർത്തിയായാലും അല്ലാത്ത വേറെ ഹിമാലയൻ റേഞ്ചുകളിലും ഇതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഒരു മണി മിൻറ്റിങ് ബിസിനസ് കണ്ടില്ല. നിങ്ങൾക്ക് വരാം, തൊഴാം, അവിടുത്തെ പ്രഭാഷണം ആരെങ്കിലും വന്ന് ഉണ്ടെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കാം.
ബട്ട് ഇവരൊക്കെ ജീവിച്ചിരുന്ന ആ സ്ഥലത്ത് നമ്മുടെ കാൽപാദങ്ങളൊന്ന് പതിയട്ടെ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം. അതുമാതിരി തന്നെ ഈ പറയുമ്പോ എല്ലാം വിമർശനം പറഞ്ഞു എന്ന് ധരിക്കണ്ട, ഞാനുള്ള ഫാക്ട് പറയണതാ. ആശ്രമ വ്യവസായമാണ് കേരളത്തിൽ പിന്നെ താഴ്ചയുള്ളതെന്ന വേറൊരു വിഷയം. എത്ര ആശ്രമങ്ങളുണ്ട് അറിയാം. ദീസ് പീപ്പിൾ ആർ മിന്റിങ് മണി. എന്തിനാ ആവശ്യം ആശ്രമക്കാർക്ക് പണം? ഒരു സിദ്ധിയും സാധനയും കാര്യങ്ങളും യാതൊന്നുമില്ലാതെ ആൾ ദൈവങ്ങൾ ചമഞ്ഞ് നടക്കുകയാണ് അവര്. തുറന്നു പറയാം. മനസ്സിലായി? കുണ്ടലിനി ഫോഴ്സിനെ വേക്കനിങ് ആക്കിയ സംഭവങ്ങള് ഞാൻ ടി വിയിൽ കണ്ടതാ. ഒരു ആശ്രമത്തിന്റെ മഠാധിപതി ലേഡി. അപ്പൊ അവര് കുണ്ടലിനി ഫോഴ്സിനെ വേക്കനിങ് ആക്കുമ്പോ അങ്ങനെയുണ്ട്, തുള്ളി 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 തുള്ളി. അപ്പൊ 1000 പേര് ഒപ്പം ശരണം വിളിച്ചുള്ള ഇൻസ്ട്രുമെന്റ് മുഴുവൻ. അപ്പൊ ഒരു മാനസിക വിഭ്രാന്തി അവിടെ ഉണ്ടാക്കുക. ശരിക്കും കുണ്ടലിനി ഫോഴ്സിന്റെ അവേക്കനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈലന്റ് ഫീച്ചർ. അത്ര അധികം നമ്മള് ഈ ഏകാഗ്രതയോട് കൂടി ഇരുന്ന് മൈൻഡിനെ ഒരു ട്രാൻസെൻഡന്റൽ ഫോം ഓഫ് മെഡിറ്റേഷനിൽ എത്തിച്ച് അതീന്ദ്രിയ അവസ്ഥയിൽ വന്നിട്ട് വേണം ഈ കുണ്ടലിനി ഫോഴ്സിനെ അവേക്കനിങ് ചെയ്യാൻ. ഇറ്റ്സ് എ സൈലന്റ് ഫീച്ചർ. ഒരു ബഹളമില്ല, യാതൊന്നുമില്ല. ആ സാധക ആരാണ് ചെയ്യുന്ന? സാധക ആരാണ് വെച്ചാൽ അവര്. അപ്പൊ എന്താണ് ഗുണം? പബ്ലിക്കിന് ഗുണം എന്ന് വെച്ചാൽ ആ നേരത്ത് വരുന്ന സ്ഫുരണങ്ങള്, ഇത് ഒറിജിനലി ഇതൊക്കെ ആറ്റം തിയറിയാണ്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ആണത്. ഇത് ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു. ഇതിനെ ബഹിർഗമിപ്പിക്കണം. അപ്പോ അവിടെ കൂടിയിരുന്നവർക്ക് അതിന്റെ ഗുണം കിട്ടും. പക്ഷെ അഭിനയിച്ച് കുണ്ടലിനി ഫോഴ്സിനെ വേക്കിങ് അയച്ചിട്ട് ഭണ്ഡാരത്തിൽ കാശ് വീഴാനുള്ള പണി നോക്കണമെങ്കിൽ ഇറ്റ്സ് എ സിൻ. ഒരു പാവണത്, മഹാപാവണത്. മനസ്സിലായോ? നിങ്ങള് എത്ര പേര് സഹായങ്ങൾക്ക് ഇവിടെ അർഹരായിട്ടുള്ള ആൾക്കാരുണ്ട്, എഡ്യൂക്കേഷൻ ഇല്ലാതെ ഒരുവിധം ജീവിച്ചു പോകാൻ പറ്റാത്തവര്, മാറാരോഗം പറഞ്ഞവര്. അപ്പൊ ഇവർക്കൊക്കെ വലിയ വലിയ ആസ്പത്രികളുണ്ട്, 5 നക്ഷത്ര ഹോസ്പിറ്റലുകളുണ്ട്. ഒരാളെ ഫ്രീ ആയിട്ട് ചികിത്സിക്കുമോ? ക്യാൻസർ ഭീഷണി, മറ്റേ ഭീഷണി. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഞാൻ മലയത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഡീപ്പ് ഹിമാലയൊക്കെ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ഏരിയയാണ്. ഞാൻ എന്നോട് ഒന്നും ഡിസ്ക്ലോസ് ചെയ്തത് ആ സന്യാസിക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് പ്രശസ്തി ആവശ്യമില്ല. ഞാൻ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് എൻ്റെ നിങ്ങൾക്കറിയാം, ബുക്കിൽ അവന്റെ പേര് എല്ലാവർക്കും ബൈഹാർട്ടാ, ഭൂപീന്ദർ സിംഗ്. അവനാണ് എന്നോട് പറഞ്ഞത്. അവന്റെ ക്ലാസ് ടീച്ചർ മകളുടെ ഭർത്താവിന്റെ വഴിയാണ്, ലഫ്റ്റനന്റ് കേണൽ വഴിയാണ് ഈ ആലിയൻസിനെ തേടി ഞങ്ങൾ പോയത് ലഡാക്കില്. പറക്കും തളികളുടെ കുറിച്ചുള്ള ഗവേഷണവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭൂപീന്ദറിന്റെ ടീച്ചറുടെ മകളുടെ ഭർത്താവിനെ, അയാള് ലഫ്റ്റനന്റ് കേണലാണ്. അയാളാണ് ഞങ്ങളെ അവിടെ പോസ്റ്റ് ചെയ്തത്. അപ്പൊ അവൻ ഒരിക്കൽ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സ്ഥലത്തൊരു ആശ്രമമുണ്ട്, പക്ഷെ ആണുങ്ങൾക്ക് എൻട്രി ഇല്ല. ഞാൻ പറഞ്ഞു, പോവാ, നമുക്കൊന്ന് പോവാം. അങ്ങനെ ഞാൻ എൻ്റെ രൂപ് സിംഗ് ഉണ്ട്, ഭൂപീന്ദറുണ്ട്. അങ്ങനെ ചെന്ന് അവിടെ ഒരു വലിയ മതിൽക്കെട്ടും സംഭവങ്ങളൊക്കെയാണ്. അതിലൊരു ചെറിയൊരു ഓഫീസുണ്ട് പുറത്ത്. അവിടുന്ന് വരുന്ന, അപ്പൊ അതിലെന്താ കണ്ടീഷൻ വെച്ചാൽ അവിടുന്ന് വന്ന അതിന്റെ വിവരങ്ങൾ അറിഞ്ഞത്. കാരണം അതില് ലേഡീസിന് മാത്രമേ എൻട്രി ഉള്ളൂ. പിന്നെ 1 മുതല് മറ്റേ നഴ്സറി ക്ലാസ് മുതല് ഏത് കോഴ്സ് വരെയുള്ള കോഴ്സുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. സൂപ്പർ മെഡിക്കൽ, DM, അങ്ങനെ എല്ലാം ഉണ്ട്, എഞ്ചിനീയറിങ്ങിന്റെ. പക്ഷെ പുരുഷന്മാർക്കില്ല. ഇവര് ദേ ആർ നോട്ട് കളക്ടിങ് മണി, ഒക്കെ ഫ്രീ ആണ്. അർഹരായ കുട്ടികളെ ഞാൻ പറഞ്ഞ മാതിരി ആ പടി എൻ്റെ മെയിൻ ഗേറ്റിന്റെ മുമ്പിലുള്ള ഒരു
ഒരു ഇൻഫർമേഷൻ സെന്ററാണത്. അവിടുന്ന് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോകും. അപ്പം ഞങ്ങള് നോക്കുമ്പോൾ അവർ പറഞ്ഞു ആണുങ്ങൾക്ക് എൻട്രി ഇല്ല. ആണുങ്ങൾക്ക് എൻട്രി ഉണ്ട് കാലത്ത് 8 മുതൽ 9 വരെ. ഇത് കഴിഞ്ഞാൽ വലിയ മതിൽക്കെട്ട് കഴിഞ്ഞാൽ ഒരു പ്രയർ ഹാളുണ്ട്, അതുവരെ. അതിൻ്റെ അകത്തുനിന്നൊക്കെ കനത്ത മതിൽക്കെട്ടുകളും സുരക്ഷകളും. അപ്പൊ അങ്ങനെ വരുന്ന ആണുങ്ങൾക്ക് അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാം. ആരും പ്രസംഗിക്കാനൊന്നുമില്ല, അവിടെ പ്രാർത്ഥിക്കാം, തിരിച്ചു പോരാം. ബട്ട് ബാക്കിയുള്ളവരുടെ ഇൻമേറ്റ്സുകൾ എങ്ങനെയാന്ന് വെച്ചാൽ സാമ്പത്തിക ശേഷിയില്ലാത്ത പെൺകുട്ടികള്, അച്ഛനമ്മയൊക്കെ മരിച്ചുപോയവര്, മറ്റു രീതിയിൽ പഠിക്കാൻ താല്പര്യമില്ല, കഴിവില്ലാത്തവര്, സാമ്പത്തിക ശേഷിയില്ലാത്തവര്, ഇവരൊക്കെയാണ് അവിടെ എൻട്രി ഉള്ളത്. അവര് അൺമാരീഡ് ആയിട്ട് വീട്ടില് നിൽക്കുന്ന സ്ത്രീകള്, അങ്ങനെയുള്ള ആര് ചെന്നാലും ഇവർ എൻട്രി ചെയ്യും. ഇതിനൊരു സൂപ്പർ മാതാവ് ഉണ്ടാവും, അവരാണ് അതിന്റെ ചീഫ്. ഹൈലി ക്വാളിഫൈഡ് ആണ്, എല്ലാം ഫ്രീ ആണ്. ഒന്ന് നഴ്സറി ക്ലാസ് തൊട്ട് എനി കോഴ്സ് വരെ അവർ പഠിക്കും. അതിനൊക്കെ ഓൾ ഇന്ത്യ ലെവലില് ഓരോ സംവിധാനങ്ങളുണ്ട്. പുറത്ത് പഠിപ്പിക്കണമെങ്കിൽ അതിന് സംവിധാനമുണ്ട്. ബട്ട് ഫ്രം വേർ ദേ ആർ ഗെറ്റിംഗ് ഫണ്ട്, അതാണ് വിഷയം. അവർ ഡൊണേഷൻ സ്വീകരിക്കുന്നത് ടാറ്റ, ബിർള, അങ്ങനെയുള്ള വൻകിട ബിസിനസ്സുകാർ, ഇവരൊക്കെ ഓൾ ഹാർട്ടഡ്ലി അവർക്ക് സംഭാവന കൊടുക്കുന്നു. എന്നിട്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഈ പെൺകുട്ടിയെ, അങ്ങനെ എത്രയോ പെൺകുട്ടികൾ, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഇവരെ പഠിപ്പിച്ച് അതിലൊക്കെ ഒരു നല്ല ശതമാനം ഡോക്ടർമാരാവും, നല്ല ശതമാനം എഞ്ചിനീയർമാരാവും. ബാക്കിയുള്ളവർ കുറച്ച് കുറവുള്ളവരാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ എത്തിച്ച് പ്ലേസ്മെന്റ് കൊടുക്കും ഓരോരോ സ്കൂളുകളിൽ. ഇവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. പിന്നെ എക്സ്ട്രാordinary ബ്രില്യൻ്റ് ആയിട്ടുള്ളവരാണ് ഞാൻ പുറത്തേക്ക് വിടാനുള്ള സംവിധാനം. അപ്പോൾ ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞു അതും ഒരു ലേഡിയാണ്, എൻട്രി ഇല്ല ആണുങ്ങൾക്ക്. കാലത്ത് 9 മണിക്ക് 9:30 പോകണം. ഞാൻ പറഞ്ഞു ഞാൻ റൈറ്ററാണ്, ഞാൻ ഇതുമാതിരിയുള്ള ഒരു മണാസ്ട്രിയിൽ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ ആ ബുക്ക് വായിച്ചവർക്ക് നിങ്ങൾക്ക് അറിയാം, അത് ഹിമാചൽ പ്രദേശിന്റെ കൊടുങ്കാടിൻ്റെ ഉള്ളിലെ ദാരു സാഹബ് മണാസ്ട്രി എന്ന് പറഞ്ഞിട്ട് സിഖുകാരുടെ മണാസ്ട്രി. ഞാനും ഭൂപേന്ദ്രവും ഭൂപ് സിംഗും കൂട്ടിയിട്ടാണ് അവിടെ പോയത്. അപ്പൊ പറഞ്ഞ മാതിരി തന്നെ അവിടെ എത്തിയപ്പോൾ ഒരു 10,000-4,000 ഏക്കർ സ്ഥലം കൊടുങ്കാട് അങ്ങനെ തന്നെ നിലനിർത്തുകയാണ്. അത് ഗവൺമെന്റ്, ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് കൊടുക്കാണ് അവർക്ക്. ഇതെന്താണ് അവരുടെ ഉദ്ദേശം? കാര്യം സർദാർജിമാരുടെ ആണെങ്കിലും ആർക്കും അവിടെ എൻട്രി കിട്ടും, അവിടുത്തെ ടെസ്റ്റ് എഴുതിയാൽ മതി. ലോകമെമ്പാടുള്ള സിഖുകാരാണ് ഇതിന് ധനസഹായം. ഒരാളുടെ ഒന്നും ഫീസ് മേടിക്കുന്നില്ല. ഒരു സംഭവം എന്നെ വിസ്മയപ്പെടുത്തിയെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട സ്ത്രീകള്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവര്, വേറെ അതിഥികളായിട്ടുള്ളവര്, ജീവിക്കാൻ ഇവർക്കൊക്കെ വേറെ സെക്ഷൻ ഉണ്ട്. ഒക്കെ പഞ്ചനക്ഷത്ര സ്റ്റൈലാണ് അക്കോമഡേഷൻ. അവർക്ക് ആവശ്യമുള്ള തുന്നൽ പണികള്, മെഴുകുതിരിഞ്ഞം, അതൊക്കെ അവർക്ക് ചെയ്യാൻ അവർക്ക് അതിന്റെ പണം കൊടുക്കും. ഒരൊറ്റ ക്ലാസ്സിലും ഫീസില്ല. അപ്പൊ ഈ ഗേറ്റിന് ഇവര് ഞങ്ങളെ തടഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ റൈറ്ററാണ്, ഞാൻ എഴുതി കൊടുത്തു, ഞാൻ റൈറ്ററാണ്, ഇങ്ങനെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, ഐ വുഡ് ലൈക്ക് ടു know about it and to spread through my book. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അറിയട്ടെ. അപ്പോ ഒരു സർദാർജി വന്നു, അയാൾ റിട്ടയർഡ് ആർമി ക്യാപ്റ്റൻ. വെൽക്കം, ഒക്കെ ഫ്രീ. ഒരു 600-700ഓളം റൂമുള്ള ഒരു 5 നില കെട്ടിടം പണിതിട്ടുണ്ട്. അത് ഗസ്റ്റുകൾക്കുള്ളതാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് വരുമ്പോൾ അങ്ങനെ കുട്ടികളെ കാണുമ്പോൾ അവർക്കൊക്കെ റൂം കൊടുക്കും. ഫുഡ് ഫ്രീ, 24 hours കിച്ചൺ ചാലുവാണ്, എപ്പോൾ വേണമെങ്കിൽ പോയി ഭക്ഷണം കഴിക്കാം. അതിൻ്റെ ഉള്ളിൽ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, ഒക്കെ കോസ്റ്റില് സാധനങ്ങളുണ്ട്. ഒക്കെ ഓരോ കമ്പനികൾ അങ്ങനെ കൊണ്ട് ഡംപ് ചെയ്യണം. ഇതിലേറ്റവും എന്നെ വിസ്മയിച്ചൊരു സംഭവം, അവിടെ ഒരു
കാടിന്റെ ഒരു ഭാഗത്ത് ഒരു ആലിന്റെ ചോട്ടില് 5000 ചില്ലാനം വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങള് ഒക്കെ ഉരുകിണ്ട്. മെറ്റലിന്റെ ഇതുവരെ ഉരുകിണ്ട്, കരിങ്കല്ല് വരെ ഉരുകിണ്ട്. ഇതവര് ടെസ്റ്റ് നടത്തും പുറത്തുനിന്ന് വിദഗ്ധന്മാരെ കൊണ്ട്. അങ്ങനെ അവരാണ് ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിച്ചത്. 5000 വർഷം പഴക്കമുണ്ട്. ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ മെന്റലി റിട്ടാർഡഡ് ആയിട്ട് മാനസിക അവർക്ക് വേറെ ലിങ്കുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ വേറെ കളിക്കാനുള്ള സ്ഥലമുണ്ട്. സിനിമ തിയേറ്റർ ഉണ്ട്, ആഴ്ചയിൽ 2 സിനിമ കാണാം. ഇതൊക്കെ ഫ്രീ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഹൗ ടു ഗെറ്റ് അഡ്മിഷൻ? നിങ്ങൾ അപേക്ഷിക്കൂ, ഞങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കും, ടെസ്റ്റിന് വിളിക്കും. ടെസ്റ്റ് വേണമെങ്കിൽ ഓൺലൈനിൽ ചെയ്യാം. എൻട്രി കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് വരെ വേണമെങ്കിൽ പഠിക്കാം. ഇപ്പൊ ഡോക്ടറാണോ DM വരെ ഓക്കെ, എഞ്ചിനീയർ ആണോ MTech ഓക്കെ, PhD ഓക്കെ, ലിറ്ററേച്ചറാണോ എനി കോഴ്സ്. ഫോറിൻ ലെക്ചേഴ്സ് വളണ്ടറി ആയിട്ട് ഇവിടെ വന്ന് വിദേശികൾ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഹിമാചൽ പ്രദേശിലെ ഈ മേഡം ആയിട്ട് ഇന്ററാക്ഷൻ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദാറുസാഹിബ് ഇവിടെ പോയിട്ടുണ്ട്, ഞാനത് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരെടുത്തൊഴിക്ക് പറഞ്ഞു, എന്നെ കുറിച്ച് എഴുതുന്നത് അപ്പൊ ഇത് കുറിച്ച് എഴുതുന്നത് വേറെ ലെവലാണ്. കാരണം ഇവിടെ അത്തരത്തിലുള്ള അതിനുള്ള കപ്പാസിറ്റിയും കാശും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് ഞങ്ങൾ ചെയ്യേണ്ടതാണ്. ആരും ദുഃഖിക്കരുത് ഒരു കുടുംബത്തിൽ. അതിനുള്ള പണികൾ മെന്റലി റിട്ടാർഡോ അങ്ങനെ എന്താ എനിത്തിങ്. പിന്നെ യോഗ, സയന്റിഫിക് ആയിട്ട് യോഗ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. ഈ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ഒരു 6 മാസം കൊണ്ട് നടത്താവുന്നുണ്ട്. കുംഭകം, പൂരകം, രേചകം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അതിൻ്റെ ഇൻറ്റൻസീവായിട്ടുള്ള സ്റ്റഡികളാണ്. അതിന് സമയം വേണം. ഒരു 3 മണിക്കൊക്കെ വെളിച്ചാകുമ്പോൾ പുലർച്ചെ എഴുന്നേറ്റ് അതിൻ്റെ ചിട്ടകൾ തുടങ്ങണം. ഗുരു വേണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആശ്രമ വ്യവസായം കൊണ്ട് നടക്കുന്ന ഭൂരിഭാഗം 95%, 95 അല്ല 98%. മനസ്സിലായി? അപ്പൊ അത് ഇസ് റോങ്, ചെയ്യരുത്. കാരണം ഇവിടെ ഒരു ജന്മം കൊണ്ട് തീരുന്നതല്ല ഈ ജീവിതം. അതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ സൈക്കിൾ. ഇത് വീണ്ടും വരും, വീണ്ടും പോവും, വീണ്ടും വരും. അപ്പൊ ഒരു ജന്മത്തിൽ ചെയ്ത നല്ല കാര്യങ്ങള് ദാറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട്. ചീത്ത കാര്യങ്ങളെങ്കിൽ അത് അതേമാതിരി രേഖപ്പെടുത്തും. അപ്പൊ നല്ലത് എപ്പോഴും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും സഹായിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പക്ഷെ പറ്റിയവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഇതിൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ യോഗശാസ്ത്രത്തിന്റെ തിയറി എന്താണെന്നുള്ളത് ഇതിലുണ്ട്. ഇതിങ്ങനെ അഭ്യസിക്കാൻ പറ്റില്ല. ഓൺലി ടു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയത്. അപ്പൊ നിങ്ങൾ വേണ്ടത് എന്താന്ന് വെച്ചാൽ, അതിനുള്ള ഒരു ഗുരുവിനെ കിട്ടുന്നവരെ യു വെയിറ്റ്. പിന്നെ ആ ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളതൊക്കെ പിന്നീട് ഒത്തുചേരുന്നതിനനുസരിച്ച്. അപ്പൊ മൊത്തം എനിക്ക് പിന്നെ രണ്ടാമത്തേതിലൊരു വിഷയം ആനശാസ്ത്രം. അപ്പൊ ഞാൻ ഇതിൽ എന്താ വെച്ചാൽ, ഈ ഹീറോ ക്രിയായോഗം അറിയുന്ന ആളാണ്. അപ്പൊ അയാള് ഈ കല്യാണിക്കുട്ടിക്ക് ഇതിന് ബേസിക് ആയിട്ടുള്ള ലെറ്റർ വഴി പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് അതിന് ഉൾപ്പെടുത്തിയത്. അതായത് വെറുതെ ഒരു അനക്സറായിട്ട് യോഗശാസ്ത്രം കൊടുത്തതല്ല. പിന്നെ രണ്ടാമത്തെ അതിലത്തെ ഒരു വിഷയം ആനശാസ്ത്രം. ഇന്ന് നിങ്ങൾക്ക് ചാനലുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒക്കെ ആന ചാനലുകളാണ് എല്ലാവരും. കാരണം ഇതിന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗം അവര് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ പറയണത് എന്താ, ഒരു ആനയെ, 2 ആന, 3 ആന, 4 ആനയെ കാണിച്ചു, അതിന്റെ പാപ്പാനെ കാണിച്ചു, അവർ ഇന്റർവ്യൂ ചെയ്തു,
എന്നാലും they are not very going to very deep into the subject. ആനയെ കുറിച്ചുള്ള ശാസ്ത്രമുണ്ട്, മഹാഭാരതത്തിലുണ്ട്, മാതംഗലീലയുണ്ട്. മഹാഭാരത യുദ്ധകാലത്ത് ആനകൾ വഹിച്ച പങ്കിനെ കുറിച്ച് വേദവ്യാസം വിസ്തരിച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിംഹം, കടുവ, പുലി അങ്ങനെയുള്ള ക്രൂരമൃഗങ്ങളുടെ കൂടെ ജീവിക്കുന്നതാണ് ആനകൾ കാട്ടിൽ. അപ്പൊ ആ ശക്തി കൊണ്ട് ചുരുങ്ങിയത് ഒരു 5-5.5 ടണ്ണ് വെയിറ്റ് ഉണ്ടാവും ഒരാന, ഒരു ആവറേജ് ആന. അപ്പൊ ആ കാട്ടിൽ അതുമാതിരി ജീവിക്കണമെങ്കിൽ ഈ ക്രൂര മൃഗങ്ങളുടെ അടുത്ത് ക്രൂരതയെ പറ്റുള്ളൂ. അത് കാരണം ആനയുടെ അടുത്ത് കളിക്കാൻ പോയില്ല അധികം മറ്റൊരു. അതെ, ഞാനത് ചോദ്യങ്ങളായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോദ്യങ്ങളായിട്ട് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തെ പറ്റിയിട്ടും ബുക്കിൽ നിന്ന് തന്നെ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബുക്കിനെ പറ്റി നല്ലൊരു ആമുഖം സാർ ഇപ്പോ തന്നിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഈ തുടക്കത്തില് ഏതാണ്ട് 1 മണിക്കൂറായി നമ്മളിപ്പോ ആദ്യത്തെ ഒരു സെഷനിൽ നമ്മളിപ്പോ സംസാരിക്കണം. ഞാനത് ചോദ്യങ്ങളായിട്ട് വേറെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വരുന്ന പങ്ക്തികൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോ എന്തായാലും ഇന്ന് നമുക്ക് ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് സാറ് ബുക്കില് നിഗമന ശാസ്ത്രത്തെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അത് സാറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, ഈ സന്യാസികളിൽ നിന്ന് തന്നെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായതാണോ? അതുണ്ടായതാണ്. എനിക്ക് ആദ്യം ഉണ്ടായത് ഈ നിഗമന ശാസ്ത്രം ആദ്യം ഞാൻ വായിച്ചപ്പോ, പിന്നീട് അതിൽ ഡീപ്പായിട്ട് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ്. അപ്പൊ എനിക്ക് മറ്റേ ഷെർലക് ഹോംസിന്റെ ഡിറ്റക്റ്റീവ് കഥകളുടെ സമാഹാരം ഉണ്ടല്ലോ, വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല നിങ്ങൾ? തീർച്ചയായിട്ടും. അതില് ഒബ്സർവേഷൻ എന്നുള്ളൊരു വലിയൊരു കോൺസെപ്റ്റ് ആണ്. ഈ ഡോക്ടർ വാട്സനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഷെർലക് ഹോംസ്. ഒരാളെ കണ്ട എങ്ങനെ ജഡ്ജ് ചെയ്യണം, അതിന്റെ ലക്ഷണങ്ങള്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായില്ലേ. അപ്പൊ ഈ ഷെർലക് ഹോംസിന് ഈ മറ്റേ ആർതർ കോണൻ ഡോയലിന്, അങ്ങനെയുള്ള ഇതിന്റെ സൃഷ്ടാവ് കോണൻ ഡോയലിന് ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, അദ്ദേഹം വൈദ്യശാസ്ത്രം പഠിക്കുന്ന കാലത്ത്, MBBS പഠിക്കുന്ന കാലത്ത്, ജോസഫ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ഈ ജോസഫ് ബെല്ല് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പ പറയും ആളെന്തായിരുന്നു. ആ ശാസ്ത്രം അങ്ങനെയാണത്. ഇത് നമ്മുടെ മഹാഭാരതത്തിലും ഒക്കെ വരുന്നുണ്ട്. ഇത് യുദ്ധകാലത്തും അതിനു മുമ്പും ഒക്കെ നിഗമന ശാസ്ത്രം പ്രായോഗികമായിട്ട് വരുന്നുണ്ട്. അതുമാതിരി നമ്മുടെ അപ്പൻ തമ്പുരാന്റെ ഒരു കൃതിയിലും ഈ ശാസ്ത്രം വരുന്നുണ്ട്. അറബി കഥകളുടെ പല ഭാഗത്തും വരുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും പ്രായോഗികമാക്കാൻ പറ്റിയൊരു വിഷയമാണ്. അപ്പോ അതും ഇതില് തുടക്കത്തിൽ കുറച്ച് ഭാഗത്തൊക്കെ കാണാവുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടും നിങ്ങള് ഇതൊന്ന് വായിക്കുക. ഇപ്പൊ നമ്മുടെ 1 hour ആയോ? ഓക്കെ, ഇനിയിപ്പോ കണ്ടിന്യൂ ചെയ്യണോ? നമുക്കിപ്പോ സാറിന് ഈ നിഗമനശാസ്ത്രത്തിലെ സാറിന് നേരിട്ടുണ്ടായ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? പലരെയും ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് ഫ്രോഡാണോ അല്ലയോ, ഒരു ചെറിയൊരു ഇടപെടലുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അതിന് അതിൻ്റെതായ ഒരു മാർഗമുണ്ട്. ഇന്ദ്രിയങ്ങളെ സ്റ്റഡി ചെയ്യണം, അതാണ് അതിന്റെ ബേസ്. മറ്റേ ഈ ആർതർ കോണൻ ഡോയലൊന്നും ചെയ്തത് അങ്ങനെയല്ലാന്ന് തോന്നുന്നു എനിക്ക്. വെറും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതെന്താ വെച്ചാൽ, അത് നമ്മൾ ട്രാൻസെൻഡന്റൽ ഫോം ഓഫ് മെഡിറ്റേഷനിൽ എത്തിയിട്ട് ആ ധ്യാനത്തിൽ കൂടെയാണ് നമുക്കത് വെളിവായി കിട്ടുക. അപ്പൊ അങ്ങനെ ഒരാളെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറയാൻ. പക്ഷെ ചില ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പോലീസുകാർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്, ഡിറ്റക്ഷൻ ഈ സാധനത്തിന്. ഈ ചോദ്യം ചെയ്യലും അതിൻ്റെയൊക്കെ ഭീകരരെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്യണമെങ്കിൽ. കാരണം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്താണെന്നുള്ളത് ഗസ് ചെയ്തെടുക്കാം. ഒരു 2-3-4-5 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒരൊറ്റ നോട്ടത്തില് അവന്റെ കണ്ണുകളുടെ ചലനോ നിപ്പോ
കയ്യിന്റെ പിടുത്തമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതൊന്നൊക്കെ സ്റ്റഡി ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. അതൊരു കണ്ണാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സർവേന്ദ്രിയാണ് അന്നയനം പ്രമാണമെന്ന് നമ്മള് ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഒരാളുടെ കണ്ണ്, കണ്ണിന്റെ പിടുത്തം, കണ്ണിന്റെ ദൃഷ്ടി, കണ്ണ് കണ്ടമാനം തുറന്നടയ്ക്കാതിരിക്കുക, അതിനങ്ങനെ കുറെ ലക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ മുഖത്ത് എക്സ്പ്രസ് ആകുമ്പോൾ നമ്മള് ഇന്നർ ഫേസ് കാണുന്ന മാതിരി നോക്കും. ഒരു നിഴൽ രൂപത്തിലാക്കുക നമ്മുടെ മുഖത്തിന്, അവരുടെ മുഖത്തിന്. അപ്പോ ഡിറ്റക്ഷൻ എളുപ്പമാണ്. പക്ഷെ ഇതൊക്കെ പ്രായോഗികമാക്കി പഠിച്ച് വരിക എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ അലക്സാണ്ടർ ജേക്കബ് സാറിനൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിൽ ഇതൊക്കെ ശരിക്കും അവർക്കതൊക്കെ ശരിക്കും മനസ്സിലാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കുറ്റവാളിയെ കിട്ടി കഴിഞ്ഞാൽ ഈ മർദ്ദനോ മറ്റേതോ അതൊന്നും വേണ്ട, ഒരു ആവശ്യമില്ല. ശരിക്കും ആ മൈൻഡ് റീഡ് ചെയ്യുന്ന ആ ലെവലിൽ തന്നെ അയാള് വീണു പോകും ശരിക്കും. ഐ മീൻ സറണ്ടർ ചെയ്യും ശരിക്കും. അപ്പൊ അങ്ങനെയല്ല, അപ്പൊ അങ്ങനെയുള്ളൊരു ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, കുറെ ഉണ്ടല്ലേ ഓരോന്ന്. തീർച്ചയായിട്ടും ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ബുക്ക് വാങ്ങുക, അത് വായിക്കുക. സാർ ഇപ്പൊ ഈ പറഞ്ഞൊരു ആമുഖത്തിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളും, ആ ബുക്കിൽ പറഞ്ഞ പല കാര്യങ്ങളും സാർ ഇവിടെ ഈ ആമുഖത്തിൽ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള പല കാര്യങ്ങളും ക്രിയായോഗയെ പറ്റിയിട്ടും മാതംഗശാസ്ത്രത്തെ പറ്റിയിട്ടും ഒക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി വരുന്ന എപ്പിസോഡിൽ അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി അത് കവർ ചെയ്യാം. അപ്പൊ അത് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് അത് ചോദ്യങ്ങളായിട്ട് നമുക്കത് കവർ ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയും നേരം ഞങ്ങളോട് സംബന്ധിച്ചതിന് വളരെയധികം നന്ദി. ഇനി വരുന്ന ഭാഗങ്ങളിൽ നമുക്കതിന്റെ തുടർന്നുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാം. ശരി ശരി ശരി. അപ്പൊ പ്രേക്ഷകർക്കും ബുക്ക് തീർച്ചയായിട്ടും വാങ്ങി വായിക്കുക. എല്ലാവരും വായിക്കുക. അതെ അതെ അതെ. സാറിനും വളരെയധികം നന്ദി, സന്തോഷമുണ്ട് ഇത്ര നേരം ചെലവഴിച്ചതിന്. വളരെ നന്ദി സാർ.